വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. ഫ്ലാഷ് ബാക്ക്. 4-ാം ദിവസം നിലമ്പൂരിന്റെ പ്രഭാതത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ സഖാവ് എം സ്വരാജ് കേരള നിയമസഭാ അംഗമായി നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി നമ്മുടെ കേരള നിയമസഭയിൽ ഉണ്ടാകും. ഉറപ്പിക്കാമോ? 3 days later. കിട്ടിയ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന് തിരിച്ചു പിടിക്കുകയാണ്. 10,000-ന് മുകളിൽ തിരിച്ചു പിടിക്കുകയാണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണണ്ടേ? നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിരിക്കുകയാണ്. പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിതെന്നാണ് UDF നേരത്തെ പ്രഖ്യാപിച്ചത്. ചങ്കു പൊട്ടി നിൽക്കാ പാവം, ഇനിയും വിഷമിപ്പിക്കരുത്, ചത്തുപോയാള്. ജനങ്ങൾ പരിഗണിച്ചോ എന്നത് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും സംശയമുണ്ട്. എനിക്കൊരു സംശയം, എനിക്ക് വട്ടുണ്ടോന്നു. അല്ലെങ്കിൽ തന്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഞാൻ ഈ പാഴ്വേലക്ക് ഇറങ്ങില്ലായിരുന്നല്ലോ. ഷൗക്കത്ത് ജയിക്കണേ ആകാശടിഞ്ഞു വീണു. ഞാനും കൂടെ നിന്ന് തലകുത്തി മറിഞ്ഞാൽ പോലും അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ കഴിയില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. സർക്കാരിന്റെ അത്തരം പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വിധിയെഴുത്താണ് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ പരിശോധിക്കാം. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകും. വേണ്ട കണ്ടാത്തോണ്ട സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.